ബിജു മേനോനും ജയറാമെല്ലാം ആ ഒരു സ്ലാങ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. തീരെ ബോറടിക്കാത്തൊരു സ്ലാങ് ആണ്. ആ സ്ലാങ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിൽ ഒരു മാഷായിട്ട് ഒരു ചങ്ങായി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ, അയാൾ ഒരു സൈക്കോ പോലത്തെ ഒരു കഥാപാത്രം. നമുക്ക് ആദ്യത്തെ നോട്ടത്തിലൊന്നും ഇത് മനസ്സിലാവില്ല. അതായത് വളരെ സതുദ്ദേശപരമായിട്ട് ഇടപെടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ആ ക്യാരക്ടറിന്റെ ഒരു ഡയമെൻഷൻ പിന്നെ ആലോചിക്കുന്ന സമയത്തുണ്ടല്ലോ, അയാൾ ശരിക്കും ഒരു സൈക്കോ ആണ്. അതുപോലത്തെ ഒരുപാട് ആൾക്കാരെ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ സിനിമയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാർ മാത്രമല്ല, നായും പൂച്ചയും കോഴിയും പശുവും എല്ലാം ഇതുപോലത്തെ ആൾക്കാർ. പിന്നെ അതിന്റെ കൂടെയുള്ള മനുഷ്യന്മാരും എല്ലാ കഥാപാത്രങ്ങളെയില്ലേ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ ഈ പടത്തിലെ ഒരുമാതിരിപ്പെട്ട കഥാപാത്രങ്ങളല്ലേ എൻ്റെ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. അത്രയ്ക്കും എന്താണ് ലെയേഴ്സ് ഉള്ള കഥാപാത്രങ്ങളാണ്. ഓരോ ആൾക്കാരുടെ സൈക്കോളജിയും ഓരോ തരത്തിലാണ്. പിന്നെ ഈ പടത്തിൽ പറയുന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് മീൻസ് പ്രകടമായിട്ടുള്ള അങ്ങനെ എന്താണ് ഈ കൊടി പിടിച്ചിട്ടുള്ള പൊളിറ്റിക്സ് അല്ല. അതല്ലാതെ മനുഷ്യന്മാരുടെ ചില ബേസിക് നീഡ്സും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ ലൈറ്ററായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ നമുക്ക് രണ്ടു തരത്തിൽ കാണാം. ഒന്ന് ഒരു എന്താണ് ആർട്ട് ഫിലിം എന്ന രീതിയിലോ, ഇത് മറ്റേ ഫെസ്റ്റിവലിനും പരിപാടിക്കെല്ലാം ഇരുന്ന് കാണാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ കാണിക്കാൻ പറ്റിയ സിനിമ കൂടി ആയിരിക്കും. പക്ഷെ അതങ്ങനെ ഒരു എന്താണ് ആർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒതുങ്ങി പോകേണ്ട ഒരു പടമൊന്നുമല്ല. ഈ പടത്തിന്റെ OTT റൈറ്റ് എടുത്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് ഒന്നും കാണാതെ ചെയ്യില്ല. അതായത് ഇത് OTT റിലീസിന് ശേഷം ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ഈ പടത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനും എഴുതാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് തരുന്ന സിനിമയാണ്. ഒരു സിനിമ കണ്ടിട്ട് ഓക്കെ, ഒരു കഥ കണ്ടു, അത് വിട്ടുപോയി, അങ്ങനെയല്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നല്ല രസമാണ് അങ്ങനെ പോകാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു വലിയ ബുദ്ധിജീവി പടമല്ല, ഒരു എന്റർടൈനർ എന്ന നിലയ്ക്ക് നമുക്ക് ഇരുന്ന് ചിരിക്കാൻ പറ്റിയ ഒരുപാട് സിറ്റുവേഷൻ ഈ പടത്തിലുണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു അടി നടക്കുന്നുണ്ട്. എൻ്റെ മോനെ, അവിടെ നമുക്ക് ചിരിക്കാനുള്ള സ്പേസും ഉണ്ട്, ചിന്തിക്കാനുള്ള സ്പേസും ഉണ്ട്. നമ്മളെന്നെ കൺഫ്യൂഷനായി പോയി, ചിരിക്കണോ ചിന്തിക്കണോ എന്ന്. പക്ഷെ അത് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ വൈദ്യരായിട്ട് അഭിനയിച്ച ചങ്ങായിയാലുണ്ടല്ലോ, ഒരു അന്യായ പെർഫോമർ ആയിരുന്നു. അയാൾ മാത്രമല്ല, പിന്നെ ആ ചെക്കൻ്റെ, അതായത് മെയിൻ കഥാപാത്രം, മെയിൻ ലീഡിന്റെ അമ്മ, അയാളുടെ രണ്ട് മാമന്മാര്, അയാളുടെ അനിയൻ, പിന്നെ ഒരു നെയ്ബറായിട്ട് ഒരു ചേച്ചിയും അവരെ ഒരു മോളും അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര വിഷം പോലത്തെ രണ്ട് സാധനങ്ങൾ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. നല്ല രസമാണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഇല്ലേ കൃത്യമായ ബാക്ക്ഗ്രൗണ്ടും അവർക്കൊരു ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ രാജേഷ് മാധവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് രാജേഷ് മാധവൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം തിരാഹന എന്ന സമയത്താണ് ചെങ്ങായി വരുന്നത്. അത് എക്സാക്ട്ലി ലൈക്ക് നമ്മൾ തെരുവ് നാടകമെല്ലാം കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം, ഒരു വിദൂഷകനെ പോലത്തെ ഒരാൾ വന്നിട്ട് ഒരു പരിപാടിയെല്ലാം ഉണ്ട്.